അതിന് കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഇനി വെച്ചു കൊടുത്താൽ മതി അമ്മ. അവനാ പഴംപൊരി വേണ്ട, കാപ്പി വേണ്ട, പിന്നെ നിനക്ക് എന്താ വേണ്ട? പിന്നെ നിനക്ക് എന്താ വേണ്ട പൊന്നു കുഞ്ഞ? അല്ല വാവേ, ഇന്നാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ ബേക്കറി കേട്ടോ. നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്നിട്ട്. പിന്നെ ഈ കേക്ക് കഴിച്ചോ? ഞാൻ കഴിച്ചു. അപ്പോഴേക്ക് കേക്ക് കഴിച്ചോ? കേക്ക് ഒന്നുകൂടി തിന്നോ? പിന്നെ ഇത് മറ്റൊരു വരണ്ടില്ലേ? പിന്നെ ഇനി ഉണ്ടമ്മ ഒരു കേക്ക്. അതായത് കേക്ക് ഇഷ്ടം പോലെ. അതാ ഇങ്ങനെ ആരെങ്കിലൊക്കെ വിരുന്നുകാർ വരുമ്പോ ഇനി നീ തിന്നണ്ട. വല്ല ഇനി നീ തിന്നണ്ട. നിക്ക് നോക്കട്ടെ, നിനക്ക് വേണോ? അപ്പൊ നിന്റെ അച്ഛൻ കൊണ്ടുവന്ന പഴംപൊരിയോ? അതാവും തിന്നില്ല. കുഞ്ഞുണ്ണി, അത് പഴംപൊരി നാവും തിന്നില്ല. അമ്മ തിന്നില്ല. ഇത് 3 എടുത്ത് വെച്ചാൽ 3 മറ്റൊരു കേട്ടോ. അമ്മൂന്, കുഞ്ഞന്, കിച്ചുന് കേട്ടോ. ഞാൻ അപ്പുറത്താണ് വെച്ചിട്ട് എടുത്തു കൊടുക്കണം കേട്ടോ കുട്ടികൾക്ക്. വന്നിട്ടുണ്ടേ കുട്ടികൾക്ക്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ചെറിയോരേ വേണ്ട, കളയാൻ പാടില്ല സുധന്യെ, ഒന്നും കളയാൻ പാടില്ല. അതല്ല, നീ യോഗയ്ക്ക് പോണം, നിനക്ക് ധൈര്യമായിട്ട് തിന്ന. പിന്നെ എന്തിനാ നീ യോഗയ്ക്ക് ഒക്കെ തിന്നാൻ വേണ്ടിട്ടല്ലേ പോണ്? നീ ധൈര്യമായിട്ട് കഴിച്ചോ? കുഞ്ഞാ കിണ്ണെടുക്കട കുഞ്ഞുണ്ണി. അതാ കിണ്ണം. പൈസ മുടക്കിട്ട് യോഗ ഷീറ്റും വാങ്ങി യോഗയ്ക്കും പോയി ഒരു സാധനം തിന്നാൻ നടക്കണം. അയ്യോ, കിണ്ണെടുക്ക് പെണ്ണേ. അതടുത്ത് ചൂടുള്ള പഴംപൊരി, ചൂടുള്ള പരിപ്പ് വട. കുഞ്ഞുണ്ണിക്കൊന്നും വേണ്ടി വരട്ടെ, അവനൊന്നും കഴിക്കില്ല. അച്ചു, അതാ ഉള്ളിവട കൊണ്ട് നടക്കണോ? അതാ ഇതിനെ ഞങ്ങളുടെ ഇവിടെ ഉള്ളിവട എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക? പൊക്കവട എന്ന് പറയുണ്ടാവൂലേ? അര ക്ലാസ്. വയ്യ കൂട്ടുകാരെ, 2 ദിവസമായിട്ട് തീരെ വയ്യ. 2 ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കണമില്ല, ഇരിക്കണമില്ല. ഉള്ളിവടെന്നാണോ പറയുക? അമ്മമ്മയുടെ വീട് കഴിഞ്ഞാൽ ഒരുപാട് ദൂരല്ലേ, അതുകൊണ്ടാണേ. ഉള്ളിവട എന്നല്ല, ഉണ്ണിവട എന്നാ പറയാന്ന്. ഉണ്ണിവടാന്നോ? എന്താ ചാത്തപ്പൻ. എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കണ്ട, ഞാൻ തിന്നും. പിന്നെ കൈ കൊടുത്തു, അവനാകുമ്പോ കഴിക്കില്ല. എനിക്ക് ഞാൻ മരുന്ന് കഴിച്ചു പറഞ്ഞില്ലേ, മരുന്ന് കഴിച്ചതിൻ്റെ അത് ശരിയായിട്ടോ. അത് എല്ലാവർക്കും ഉണ്ടാവണ പോലെ തന്നെ. ഇപ്പോൾ പക്ഷെ ഭയങ്കര വയറുവേദന, ഇടുപ്പ് വേദന, കാല് വേദനയൊക്കെ. കാരണം 1 വർഷമായിട്ടൊന്നും ഇല്ലാതിരുന്നല്ലേ. അപ്പം അതിൻ്റെ ഭയങ്കര ക്ഷീണം. ഓരോരുത്തർ ഇരിക്കുക, കിടക്കുക, അത് മാത്രമേ ഉള്ളൂ. ഉള്ളിവട വേണമെന്ന് അറിയണതേ. കുട്ടിക്ക് വട കൊടുക്കാതെ തല്ലിപ്പിക്കണ്ട. ചാത്തപ്പാ എന്താ നോട്ടം? ഇങ്ങോട്ട് മാറിയിരുന്നോ? പാൻ്റൊക്കെ കൊത്തിക്കൊണ്ട് പോവല്ലെങ്കിൽ കണ്ട ഒറ്റക്കാലിൽ നിൽക്കുന്നവർക്ക് ഈ കോഴികൾ എന്താണ് അവന്റെ ഭാഗമായിരിക്കും. കുഞ്ഞുണ്ണി ഒറ്റക്കാലിൽ നിൽക്കണ കുഞ്ഞുണ്ണിയെ, എന്റെ പാൻ്റേ ചാത്തപ്പന് ഭാഗമായിരിക്കും. നോക്കി നോക്ക്, ബായോ വലിയ മിട്ടുകാരാ, ബാ നോക്കി നോക്ക് അല്ലേ? ചോറ് വയ്ക്കണ്ട. 2 ദിവസമായിട്ട് ഇപ്പം അമ്മയാണ് കേട്ടോ അടുക്കളയിൽ. എന്താ ആ വെയിലല്ലേ, നല്ല വെയിലല്ലേ, അതുകൊണ്ടാണേ. സിമ്പിൾ കണ്ടോ, സിമ്പിൾ. ശ്രദ്ധിച്ചെടുക്കണേ, 1-2 രൂപയുടെ മുതലല്ല. പിന്നെ എത്ര രൂപയുടെ മുതലാ? മര്യാദ വിലയുള്ള സാധനമാണ്. ശ്രദ്ധിച്ച് നിങ്ങൾക്കൊന്നും ഇപ്പൊ അത് വില ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞല്ലേ, ലാഭല്ലേ അത്? കണ്ടോ എന്താ അതിന്റെ പൊതി? എന്താ അവര് പൊതിഞ്ഞെടുത്തത് അല്ലേ? അയ്യോ, കുട്ടീനെ തന്ന പോലെ ഇടുത്. അയ്യോ, അതെവിടെ ഇപ്പത്? മറ്റേതെടുക്ക്.
അവിടെ തന്നെ അല്ല അതാണ്ട് പിടിച്ചു വലിച്ചോ ഇതോ അത് വെറുതെ വെച്ചിരിക്കണേ അനിയേട്ടൻ ചെയ്തതാണ് വെറുതെ വെച്ചിരിക്കണേ അതെ ഇതാ വെറുതെ വലിച്ചോണ്ട് അത്രക്കൊക്കെ വലിക്കണ്ടപ്പോ എന്നാ നിങ്ങള് അതിന്റെ അടിയിൽ പിടിച്ചു വന്നിട്ട് വലിച്ചാൽ മതി നൈസായിട്ട് വലിച്ചാൽ മതി കാണിച്ചു കൊടുക്കണ്ടേ ഇതാ 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 കണ്ടോ നമ്മളെ ഉപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഭരണി വാങ്ങിയതാണ് കേട്ടോ കണ്ടില്ലേ പഞ്ചസാര ഇട്ടേക്കിന് ഭരണി കൊണ്ട് എത്ര ഇത് കല്ലുപ്പിട്ട് വെക്കാൻ ഒന്നും കൂടി ഉണ്ട് കേട്ടോ അത് അമ്മ പുളിയുടെ വലുത് വേണ്ടേ ഇതാണ്ടോ നോക്കിയൊക്കെ ഒരു അച്ചാറിടാനും അതും വേണം അച്ചാറിടേ ഉപ്പല്ല ഇടുക ഇതാണ്ടോ ഇവിടെ വലിയ ഭരണി ഉണ്ടായിരുന്ന കേട്ടോ അത് പൊന്നൂസ് അതിന്റെ അടപ്പ് പൊട്ടിച്ചത് കൊണ്ട് ആവില്ല പിന്നെ ഒരു ചന്തത്തിനല്ലേ പണ്ടൊക്കെ എല്ലാവരും ഭരണിയിലല്ലേ ഇട്ട് വെക്കുക അല്ലേ ഭരണി ഇതിപ്പോ കണ്ടു കഴിഞ്ഞപ്പോ അമ്മ പറയും ഇതില് വൈനുണ്ടാക്കിയല്ലോ ആ അമ്മൂന് വൈന് എല്ലാം കൂടി ഭരണിന്റെ താഴത്തേക്ക് വീണല്ലേ തൈലും പൊട്ടും കാലും കേടുവരും ഭരണിയും പൊട്ടും 2 എണ്ണം 1 കിലോന്റെ ആണ് കേട്ടോ അത് 1 കിലോ ഉപ്പ് 1 കിലോ 1 കിലോ വെച്ചിട്ട് കൊള്ളണത് അപ്പോൾ ഇതിന്റെ വില എത്രയെന്നറിയോ 268 രൂപ കേട്ടോ 2 എണ്ണത്തിനും പാടെ കൂടിയിട്ട് ഏട്ടൻ പറയണ പോലെ ഒരുപാട് വിലയൊന്നുമില്ല ഞാൻ കുറേ ഇടത്ത് നോക്കിയപ്പോൾ ഒന്നിന് 240 230 ഒക്കെ ഉണ്ട് അപ്പോൾ അതൊരു ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ വേഗമല്ലേ വാങ്ങി എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം മനിയേട്ടൻ പറഞ്ഞിരുന്നു കേട്ടോ എന്താണെന്നറിയോ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏട്ടനോട് ചോദിച്ചിട്ട് വാങ്ങിയാൽ മതിയെന്ന് കാരണം ഞാൻ ഈ വില കുറഞ്ഞത് നോക്കി വാങ്ങുമ്പോൾ എല്ലാതും കേടും ചപ്പുചവറ് സാധനങ്ങൾ വാങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്നിട്ട് ഫസ്റ്റ് എണ്ണ വാങ്ങണ കുപ്പി വാങ്ങിട്ടോ അതിനെ കുറേ എണ്ണ ഒഴിച്ച് വെക്കണ കുപ്പി വാങ്ങിട്ടോ അത് കണ്ടപ്പോൾ ഏട്ടന് പിന്നെ ഏട്ടൻ പറഞ്ഞു അത് ഞാൻ നോക്കി പറഞ്ഞില്ലല്ലോ അത് നോക്കട്ടെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി പറഞ്ഞിട്ടോ അത് കൊണ്ടുവന്നപ്പോൾ ഏട്ടന് ഇഷ്ടമായി ഇല്ലല്ലോ എന്റെ സെലക്ഷൻ മോശമല്ല ഇനിയേട്ടാ അല്ലെങ്കിൽ വാങ്ങിയത് കുഴപ്പമില്ല എന്നുള്ള ശരിയാണ് പക്ഷെ അതുകൊണ്ട് എപ്പോഴും എല്ലാ സാധനവും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ സുകന്യ പറയണ നിങ്ങൾ കേട്ടോ ഒന്ന് മാത്രമേ മോശമായുള്ളൂ ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്താ ഭരണിയ ഈ അതൊക്കെ പറയും സുകന്യ ഇനി ബോണസ് ആയിട്ട് 3 എണ്ണം ഉണ്ട് അതുകൊണ്ട് ഇനി മാറ്റാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്കിപ്പോ ഞാൻ പോരാ തോന്നും എടി അനിയട്ടുള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഇതിൽ നടക്കണത് കുറച്ച് ഗൗരവമുള്ള ആളാണ് പറഞ്ഞാൽ നീ ഇവിടെയാവും ഏട്ടൻ അവിടെയാവൂല ഏട്ടാ ഒരു ചിറി ഉണ്ടാവില്ലെന്നപ്പോ അയ്യോ പറഞ്ഞിട്ട് പേടിച്ച് ഒതുങ്ങി നിൽക്കേണ്ടി വരും അല്ലേ അപ്പോൾ എന്താ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ തീരെ വെയ്യാത്തതും കൊണ്ട് അവിടെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടാട്ടോ 2 ദിവസം കൂടി എൻ്റെ കൂട്ടുകാർക്ക് എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം എന്താ വെച്ചാൽ എല്ലാവരും നമ്മുടെ പോലെ തന്നെയാണല്ലോ അപ്പോൾ മരുന്ന് കഴിച്ചതിൻ്റെ ഒരു ഭയങ്കര ഒരു ക്ഷീണവും അല്ലാത്തതിൻ്റെ ഒരു ക്ഷീണവും ഒക്കെ പാടായിട്ട് എണീക്കാനും നടക്കാനും പറ്റില്ല അപ്പം അതും കൊണ്ട് അമ്മയ്ക്കും സുകന്യയ്ക്കും എന്നെ നോക്കേണ്ട ബാധ്യതയായി ഇവരൊന്നും പറയണില്ല ഞാൻ പറയും പോലെ കുറേ ദിവസത്തെ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് അപ്പോൾ ഇത് ഇനി നമ്മളൊരു സംഭവം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തെന്നറിയോ അത് ഞാൻ കൊണ്ടുവരുമ്പോൾ കാണിച്ചു തരാം അങ്ങനെ വെച്ചാൽ പോരെ ഇത് വേണ്ടവർ വാങ്ങിക്കോളൂ കേട്ടോ കാരണം 268 പറഞ്ഞ് 268 രൂപയുള്ളൂ 2 ബോട്ടിൽ ഭരണി കിട്ടും ഇനി ഇവിടേക്ക് 2 എണ്ണം വാങ്ങണം ഇതിൻ്റെ ആ ലിങ്ക് നമ്മുടെ ഇതിൽ ഉണ്ടാവില്ലേ ഫോണിലുണ്ടാവില്ലേ അതിന്റെ ലിങ്ക് ഒക്കെ നോക്കണം ഇതിൽ കൂടെ നീ ഓർഡർ ചെയ്ത് എനിക്ക് അറിയില്ല ഫ്ലിപ്കാർട്ട് അത് മാത്രം എനിക്ക് എന്തോ പറഞ്ഞിട്ടില്ല ആ നിനക്ക് വേണോ അത് എത്ര പറഞ്ഞു കൊടുത്താലും പിന്നെയും ആ പറഞ്ഞത് തെറ്റിക്കും ഇങ്ങനെ വൈകുന്നേരത്തെ എന്തമ്മാ പുളിയല്ലേ വെക്കണത് പുളി പിന്നെ
ചൂരമീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വറക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ അത് മതിയില്ലേ. ചോറ് വെക്കണ്ട, ചോറ് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചൂരൽ മീൻ പറയാം. ചൂരൽന്നാ ചൂര അല്ലേ, ചൂരനല്ലേ? അതന്നെ അമ്മത് കുടുതയുടെ വേറെ, കുടുതേനേക്കാളും നല്ല. ഇതും അങ്ങനെ തന്നെയാണ്. അത് കുട്ടിയുടെ വെള്ളച്ചൂര എത്ര ഈ ചൂരയ്ക്ക് ഈ ചൂര മീനില്ലേ ഇറച്ചി വറുത്ത പോലെയാണല്ലേ ശരിക്ക്. ഇറച്ചി വറുത്ത പോലെയാണ് ഈ മീൻ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ മീൻ കുട്ടികൾക്ക് അമ്മൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂനും അച്ഛനും അമ്മൂന് പൊതുവേ മുളക് വറുത്ത പുളി ഭയങ്കര ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയില്ലേ. അവൾക്ക് ആ മീനും ആ മുളക് വറുത്ത പുളി ഉണ്ട് പറഞ്ഞു വെച്ചാൽ അവൾ വയറ് നിറച്ച് ചോറിന് കിട്ടും. ആ സമയത്ത് നമ്മൾ എന്ത് സാമ്പാറല്ല എന്ത് പദാർത്ഥം വെച്ചിട്ടും കാര്യമില്ല. അതുപോലെ ഉണക്കമാന്തൾ നല്ല ഇഷ്ടമാണ്. ഇടയ്ക്ക് ഉണക്കമാന്തൾ വറ്റിക്കാൻ പറയും. അച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അച്ചു ആ ചേച്ചിക്ക് വാങ്ങിയ ബുക്ക് കാണിച്ചു കൊടുക്ക്. അമ്മു വായിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് വേണേ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഫോണിൽ നോക്കുകയാണ്. അപ്പോൾ ഉള്ള സമയത്ത് എന്തെങ്കിലും വായിക്കണം. ഇപ്പോൾ പിന്നെ അത് എനിക്കൊന്നും വായിക്കാൻ പറ്റില്ല, അത് ഫുള്ള് ഇംഗ്ലീഷിലാണ്. വലിയ ബുക്കാണല്ലോ. അവളത് വായിക്കും. അവളത് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അവള് ചോദിച്ചേ ചേച്ചിക്ക് എന്തായിരുന്നു വായിക്കാനില്ലത്, എന്താ കഥ എന്നൊക്കെ അറിയാലോ. വായിക്കേ, ഇംഗ്ലീഷ് മീഡിയം അല്ലേ, വായിക്കേ. നാണം വന്നു. അമ്മു ഇങ്ങനെ 200 ഇല്ല 118 റുപ്യുള്ളൂ ഇതിന്. അതിന്റെ വില എത്രയായാലും നിങ്ങളത് വായിക്കുമോ? ഞാനത് വാങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് അമ്മൂൻ്റെ അടുത്ത് അത് വായിക്കണം എന്നുള്ളത്. ഇത് 118 റുപ്യക്കല്ലേ കേട്ടി, 118 റുപ്യ കേട്ടോ. അപ്പൊ അമ്മൂനല്ലേ എന്താ ഞാൻ പറയാറില്ല, അവൾക്ക് എന്തെങ്കിലും വരയ്ക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതണം. വരയ്ക്കല് ഇല്ല പറഞ്ഞാൽ അവൾ എന്താ അറിയട്ടെ ഫോണിൽ ഇങ്ങനെ വായിക്കില്ലേ, ഓരോന്ന് എഴുതും വായിക്കാനൊക്കെ ഉള്ളത് വർക്ക്. അപ്പൊ ഇത് കുറേ ദിവസമായി അവൾക്ക് ഇങ്ങനത്തെ കുറേ ബുക്കുകൾ വേണട്ടമ്മ, നല്ല വില കുറവാണ്, ഞാൻ വായിച്ചോളാ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതും കൊണ്ടൊരു ഉപകാരം പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ഇംഗ്ലീഷിലായതും കൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് ഒന്നും കൂടി ഒന്ന് ശരിയാവുമല്ലോ അല്ലേ. അപ്പം അതാണ് നമ്മൾ മലയാളം വായിച്ച് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്താ ചെയ്തിരുന്നത്, ന്യൂസ് പേപ്പർ ബാലരമകൾ അങ്ങനെയല്ലേ ചെയ്തിരുന്നത്. അപ്പം ഞാൻ അമ്മൂനോട് വെറുതെ തമാശ ചോദിച്ചു, അമ്മുട്ടിയേ ഇത് മലയാളം പോരെ ചോദിച്ചപ്പോൾ ഞാൻ +1 അമ്മ പഠിക്കട്ടെ, ഞാൻ +1 വാങ്ങി കൊടുത്തില്ല പരാതി പറയില്ലല്ലോ. അപ്പൊ അവൾക്ക് ഞാൻ ഭരണി വാങ്ങി. ഇത് ചെറുപയർ കഞ്ഞി, ചെറുപയർ കഞ്ഞി പൊന്നൂസിന്റെ തേങ്ങ ചിരവിയിട്ടത്. മധുരണ്ടോ? മധുരണ്ട്. പായസം അതെ, ചെറുപയറും പച്ചരിയും തേങ്ങ എന്താ തേങ്ങയൊക്കെ കുട്ടികളെ. ഇപ്പല്ലേ നമ്മുടെ ഇവിടുത്തെ അംഗനവാടിയിലേ നല്ല ഫുഡാട്ടോ, അല്ലെങ്കിൽ ടീച്ചർ നല്ല ഫുഡാ കൊടുക്കുക. ചോറ് എന്താ ചെറുപയർ കഞ്ഞിയാണോ വെച്ചാൽ അത്, അല്ലെങ്കിൽ സാമ്പാർ, മുട്ടിയും ചീരയും വറുത്തത് ലമ്മ എല്ലാം ഉണ്ടാവും കുട്ടികൾക്ക്. എന്താ ബിരിയാണിയാണോ വെച്ചാൽ വാരി കൊടുക്കും. കഴിക്കാത്ത കുട്ടികളെ വാരി കൊടുക്കും. കുട്ടികൾ കരയുകയാണ് പറഞ്ഞാൽ ആ കുട്ടികളെ മടിയിലിരുത്തി കുട്ടികളെ മടിയിലിരുത്തി ഇങ്ങനെ കൊട്ടി 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 അമ്മോ എൻ്റെ ബുക്ക് വന്നു കേട്ടോ, വായിക്കണം കേട്ടോ. The 40 Rules of Love. വില കുറവ് നോക്കിയിട്ടാ വാങ്ങിയത്. ഇപ്പം അത് നന്നായി വായിക്കാനുള്ള നോക്കിയിട്ടല്ല വാങ്ങുക, വില കുറവ് നോക്കിയിട്ട് ബുക്ക് വാങ്ങുക. എനിക്കില്ലേ നമ്മൾ മലയാളം മീഡിയം ആയതുകൊണ്ട് പഠിച്ചതും കൊണ്ടില്ലേ എനിക്ക് വായിക്കാനൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ വായിക്കേണ്ട സമയത്തില്ലേ ചിലപ്പോൾ തപ്പി തപ്പി പോവുള്ളമ്മ. ഞങ്ങളൊക്കെ അർത്ഥം കൂടിയാണ് വായിക്കാൻ എങ്ങനെയെങ്കിലുമൊക്കെ വായിക്കും കേട്ടോ. അതിൻ്റെ അർത്ഥം ചിലത് കിട്ടേയില്ല, അതാണ് ആകെ പ്രശ്നം. ഞാൻ +1 വരെ മലയാളം ആട്ടോ പഠിച്ചു. +2 1 വർഷം അന്ന് കുറച്ചിരുന്നപ്പോൾ തന്നെ നമുക്ക് എന്താ
ഇംഗ്ലീഷ് ശരിയാവണില്ല. അപ്പോൾ ടീച്ചർ എന്ത് പറഞ്ഞു എന്നറിയോ, മലയാളത്തിൽ തന്നെ പഠിച്ചിട്ട് പരീക്ഷ എഴുതിക്കോ. അന്നൊക്കെ മലയാളത്തിൽ പഠിച്ച് പരീക്ഷ എഴുതായിരുന്നേ. ഇന്നൊന്നും പറ്റില്ല അമ്മ. ഇന്ന് എഴുതണുണ്ടോയെന്നറിയില്ല. അമ്മൂൻ്റെ സ്കൂളിൽ പറ്റുണ്ടോടി? ആ, മലയാളം പഠിക്കുക, ഇംഗ്ലീഷും പഠിക്കുക. പക്ഷെ ശരിക്ക് നമ്മുടെ മാതൃഭാഷ മലയാളമല്ലേ, മലയാളം പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷില്ലേ അതും അറിയണം കേട്ടോ. ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് നിന്നൊക്കെ നോക്കിയില്ലേ? അപ്പൊ ഈ കൂക്കണ്ടേ? പിന്നെ കുഞ്ഞച്ചാ ഞാനുണ്ട് ആ വീട്ടിക്ക് തന്നെ പോണ് പറയണ്ടേ. കുഞ്ഞച്ചൻ അങ്ങനെ വന്ന് വീണതാണ്. ഭരണി വാങ്ങിയത് കണ്ട ഈ വീട് ഭരണി അത് നിങ്ങൾക്കൊന്നും എടുത്ത് വെച്ചാൽ. അപ്പോൾ ഭരണി കാണാൻ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? വിരുന്നേര് വന്നാലും ഇവിടെ ബേക്കറി ഉണ്ടാവുള്ളൂ. കുട്ടിയൊക്കെ അറിയാം. അതാ ഉള്ളിവട ഉണ്ടായിരിക്കുന്നു. പഴംപൊരി, ഉള്ളിവട, പരിപ്പ് വട, സുഗിയൻ. ആ, ഇതും ചമ്മന്തിയും വേണം അമ്മൂന്. ചിക്കൻ കറിയും ഉള്ളിവടയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്ത്. ഇതെന്താണോ ഇതിൽ 2 എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്? കണ്ടോ, ഇതിൽ 2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാ? എന്ത് സാധനം പറയും നിങ്ങളെ? എനിക്ക് എവിടേക്കും പോകാൻ പറ്റാത്ത സമയത്താണ് നിങ്ങൾ എവിടേക്കെങ്കിലും പോകുന്നത്. ആ, ഇന്നലെ അമ്മൂനെയും കിച്ചുവിനെയും അച്ചോട്ടീനെയും കൊണ്ടുപോയിട്ട് അമ്മൂനും കിച്ചുവിനും ചെരുപ്പ് വാങ്ങിക്കൊണ്ടേ കൊണ്ടു കൊടുത്തു കേട്ടോ. എന്നിട്ട് അച്ചു ഇവിടെ വന്നിട്ട് പറയണേ, അച്ഛൻ്റെ കൂടെ പോയിട്ട് അച്ഛനൊന്നും വാങ്ങി തന്നില്ല. എന്താ പിന്നെന്താ വേറൊന്ന് ജ്യൂസ് കുടിച്ചു വെച്ചപ്പോൾ അതൊന്നും വാങ്ങി തന്നില്ല. പോകുമ്പോൾ എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്താ എനിക്ക് മുറുക്ക് വാങ്ങിക്കൊണ്ടു. അമ്മ പറഞ്ഞത് അച്ഛൻ വേഗം വാങ്ങിയിട്ട് വന്നു. അപ്പോഴേ നമ്മൾ നിർത്തുകയാണ് കേട്ടോ. ഇതില്ലേ ആവശ്യമാണ്, വേണ്ടവർ വാങ്ങിക്കോളൂ. എന്താണ് എങ്ങനെയൊക്കെ പറയണല്ലേ, അധികം വിലയില്ലല്ലോ. അതുകൊണ്ടാണ്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ ചെയ്യാൻ പറ്റിയ വെച്ചാൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കൂടേലമ്മ. ഒരുപാട് വിലയില്ലല്ലോ. നിങ്ങൾക്കും നല്ല പാത്രങ്ങൾ എല്ലാവരോടും ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഇവിടെ ഇതിപ്പോൾ കൗതുകത്തിൽ പറയുന്നത് ഉപ്പൊക്കെ ഇട്ടേക്കാൻ നല്ലതല്ലേ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.